സ്നേഹ കണ്ണൂരിൻ്റെ സാക്ഷ്യമാണ്. അപ്പോൾ സ്നേഹ കണ്ണൂരിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവളെന്തോ പരീക്ഷ എഴുതിയിട്ട് അതിനകത്ത് എപ്പോഴും ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ഉടമ്പടി എടുത്ത കക്ഷിയാണ്. ഉടമ്പടി എടുത്തിട്ടും പരീക്ഷ തോറ്റേ, അതാണ് വിഷയം. അപ്പോൾ ഒരു ദിവസം എന്താണ് ഈ ഉടമ്പടി എടുത്തിട്ടും പരീക്ഷ തോറ്റതെന്താണ്? ഇവളെ വീണ്ടും അത് ഓർത്തിട്ട് ഇവൾ വിശ്വാസത്തിൽ പിന്നെയും ചാഞ്ചല്യമാണ് ഉണ്ടാക്കുന്നത്, ചെഞ്ചലിപ്പുണ്ടാക്കും. ഞാൻ ഉടമ്പടി എടുത്താണല്ലോ, പിന്നെ എന്താ പരീക്ഷ തോറ്റത് എന്ന് ചെയ്യും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഉടനെ രാത്രി എന്താണ് തോറ്റതെന്ന് കർത്താവ് പറയും. മാതാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു മെസ്സേജ്, ഒരു സ്വപ്നം കാണും. എന്നിട്ട് ഇവൾ തുണി അലക്കുന്ന ഒരു സ്വപ്നം കാണും. ഇപ്പം ഈ പണ്ടത്തെ കാലം പോലെ ഒന്നുമല്ല, നേരിട്ട് സംസാരിക്കണം, അപ്പോഴപ്പം തീർക്കരുത് കേസ് കെട്ടുകൾ. ഇവൾ പ്രശ്നം എന്താണ്, ഞാൻ ഉടമ്പടി എടുത്തില്ല, പിന്നെന്താ പരീക്ഷയ്ക്ക് തോരുന്നതാണ്. ഉടനെ മറുപടി രാത്രി വരും. എന്താ മറുപടി രാത്രി തന്നെ എന്താണ്, അമ്മ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഉടനെ ഇവൾ തുണി അലക്കണ കാണും. അപ്പോൾ ഉടനെ അമ്മയോട് പറയും, ഇവളുടെ അമ്മയോട് പറയും, രാത്രി മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ഞാൻ തുണി അലക്കുകയായിരുന്നെന്ന് പറയാം. അപ്പോൾ ഉടനെ അമ്മ പറയും, നീ ഉടമ്പടി എടുത്തിട്ട് അതുപോലെ വെറുതെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലിക്ക് മാത്രം ഇരിക്കുകയല്ലേ, വേറെ ഒരു പണിയും ചെയ്യണില്ല. ഈ പണ്ടാരം ഒരു പണിയും ചെയ്യണില്ല, ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലി ഇരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നീ ആദ്യം മര്യാദയ്ക്ക് ആ പത്രം എല്ലാം കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ട് വല്ല അനാഥാലയത്തിലും പോയി അവിടെ തുണിയൊക്കെ അലക്കി കൊടുക്കാൻ പറയും, അമ്മ പറയും. അപ്പം ഇവൾക്ക് പക്ഷേ ആഗ്രഹമുണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന്, പക്ഷെ അവസരമില്ല. എവിടെ പോകണം, ആരും കൂടെ വരും, എങ്ങനെ ചോദിക്കണം, ആരെ കോണ്ടാക്ട് ചെയ്യണം, ഐഡിയ ഇല്ല. പക്ഷെ ഐഡിയ ഇല്ലാതെ ഇവിടെ ഇങ്ങനെ പമ്മി ഐഡിയ ഇല്ലെന്നും പറഞ്ഞിങ്ങനെ പമ്മി നിൽക്കുന്ന സമയത്ത് പിറ്റേ ദിവസം ഈ സ്വപ്നം കണ്ട് ഇവളുടെ അമ്മ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറഞ്ഞ ദിവസം പെട്ടെന്ന് അനാഥാലയത്തിൻ്റെ അഡ്രസ്സും കിട്ടി, പോകാനുള്ള സ്വരം കിട്ടി, പോകാനുള്ള ആളും വന്ന് ഇവർ പോയി. ഇവളവിടെ പോയി ബാത്റൂമെല്ലാം കഴുകി കൊടുത്തു, അവിടെ വസ്ത്രങ്ങളെല്ലാം കഴുകി കൊടുത്തു. എൻ്റെ ദൈവമേ, അതോടുകൂടി ആ ഒറ്റ വിഷയത്തിൽ ആ ചാപ്റ്ററെല്ലാം ക്ലോസ് ചെയ്ത്, ഇതാണ് നീ നടക്കേണ്ട വഴി, നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. ആ സെക്കൻഡിൽ തന്നെ ആൾ പരീക്ഷയ്ക്ക് പാസ്സായി, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ പെട്ടെന്നാണ് ഈ സംഭവം വരണത്. ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, പരീക്ഷയ്ക്ക് പാസ്സായ 2 മൊഡ്യൂൾ പോയി. 2 മൊഡ്യൂൾ പോയതല്ല പ്രശ്നം, 2 മൊഡ്യൂൾ പോയിട്ടും മാതാവ് ജർമ്മനി ഇവൾക്ക് പെർമനന്റ് ജോലി കൊടുത്തു. അതാണ് ഇവിടുത്തെ മിറക്കിൾ എന്ന് പറയണത്. ഉടമ്പടി അവൾ കറക്റ്റ് ചെയ്ത്, മാതാവ് പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ, നിങ്ങൾക്കറിയാമല്ലോ, ഈ മനുഷ്യന്മാർ കുറേ നിയമങ്ങളൊക്കെ വെക്കും, 4 മൊഡ്യൂളും പാസ്സാകണമെന്നൊക്കെ പറയും. പക്ഷെ അതവരുടെ മെരിറ്റാണ്. പക്ഷെ ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് നോട്ട് ബൈ മെരിറ്റിലാണ്, ബട്ട് ബൈ ഗ്രേസിലാണ്. പക്ഷെ അമ്മ നിങ്ങളുടെ ഫയൽ എടുത്ത് കഴിയുമ്പോൾ പോടാവില്ല എന്ന് പറയും, 2 മൊഡ്യൂളൊക്കെ പിന്നെ എഴുതാമെന്ന് പറയും, മലയാൾക്ക് ജോലി കൊടുക്കാൻ പറയും. ആദ്യം നിങ്ങളുടെ ദൈവസ്നേഹം എന്ന് പറയുന്നത്, സത്യസന്ധത എന്ന് പറയണത് അമ്മയെക്കൊണ്ട് നിങ്ങളുടെ ഫയൽ എടുപ്പിക്കുകയാണ്. നിങ്ങൾ പറയണ എംബസി ഫയൽ എടുക്കണം എന്നാണ് പറയണം. അങ്ങനെയല്ല നിങ്ങൾ പറയേണ്ടത്. അമ്മ ഞങ്ങളുടെ ഫയൽ എടുക്കണം എന്ന് പറയണം. അപ്പോൾ വിഷയം മാറും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫോർമാറ്റ് മാറ്റിയാൽ മതി. എംബസി ഫയൽ എടുക്കണമെന്ന് പറയുന്നതിന് പകരം അമ്മ ഞങ്ങളുടെ ഫയൽ എടുക്കണമെന്ന് പറയണം. അമ്മ ഫയൽ എടുക്കണമെന്നുണ്ടെങ്കിൽ മകളോട് പറയും, മകളെ മര്യാദക്ക് ചെയ്യാനുള്ളതൊക്കെ വൃത്തിമേനയായിട്ട് ചെയ്യാൻ പറയും. ശ്രുതിക്കട്ടെ. കവിനപ്പുറത്ത് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പാടി വാഴ്ത്താം പാവന സ്നേഹമേ, പാടി വാഴ്ത്താം
സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരുടെയും പ്രശ്നം ഉടമ്പടി നിങ്ങൾ ലൈറ്റ് വെയിറ്റാക്കി കളഞ്ഞതാണ്. മനസ്സിലായില്ലേ? ഉടമ്പടി എല്ലാവരുടെയും, അതായത് നിങ്ങൾക്ക് ഉടമ്പടിയിൽ ദൈവസാന്നിധ്യം വൈകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവമാണ് ലൈറ്റ് വെയിറ്റാക്കേണ്ടത്, നിങ്ങളുടെ വിഷയം. പക്ഷെ നിങ്ങൾ അതിന് പകരം നിങ്ങളെന്ത് ചെയ്ത് ഉടമ്പടി ലൈറ്റ് വെയിറ്റാക്കി. ഇവളങ്ങനെ ചെയ്തിരിക്കണത്. അവളെന്താ ചെയ്തിരിക്കണത്? ഉടമ്പടി എടുത്തൊരു പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയിരിക്കുക, ലൈറ്റ് വെയിറ്റാക്കി ഇരിക്കുക. ഒരു കഴിവില്ല. അതായത് നിങ്ങൾ കൈ നനയാതെ ഈ സംഭവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഉടമ്പടി വർക്ക് ചെയ്യാൻ പാടായിരിക്കും. കോഴി മുട്ട എന്നെ വിരിയണില്ലല്ലോ, ഞാൻ ബിരിയാണില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ട് കോഴി മുട്ടയുടെ അത് കിടന്നുകൊണ്ട് തള്ളക്കോഴി കിടന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കും. അത് കുഞ്ഞു കോഴി പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ബിരിയാണിയില്ലല്ലോ എന്ന്. അപ്പോൾ തള്ളക്കോഴി പറയും, ഞാൻ നിൻ്റെ മുഖത്ത് വന്ന് കയറി ഇരിക്കട്ടെ 10-20 ദിവസം. അത് പറ്റത്തില്ലെന്ന് പറയും. അതാണ് പ്രശ്നം. അപ്പോൾ ഇരുന്ന് ചീഞ്ഞു പോകുകയുള്ള മുട്ട. അതെ, മുട്ടയ്ക്ക് വിരിയണം എന്ന് പറഞ്ഞ് ഉടമ്പടി നടക്കണം, സാക്ഷ്യം സാക്ഷ്യമുണ്ട്. പക്ഷേ അപ്പോൾ തള്ളക്കോഴി പറയും, ഇത് ചൂട് വേണ്ടേ, ഞാൻ ഈ 10-20 ദിവസം നിൻ്റെ പുറത്ത് കിടക്കാൻ ഇരിക്കട്ടെ. അത് പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. അതിപ്പോൾ തള്ള വേണേൽ വേറെ എവിടെ മാറിയിരിക്കാൻ പറയും, മുട്ട പറയും. വിരിയത്തില്ല, ആ സാധനം ചീഞ്ഞു പോവുകയുള്ളൂ. പല അണ്ണന്മാരുടെ ഉടമ്പടി ചീഞ്ഞു പോകാൻ കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ചൂട് ഏക്കാൻ വിസമ്മതിച്ചുകൊണ്ടാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ ഇതിനകത്ത് ഒരു സംഭവം പോലെ എക്സ്ട്രാ ഇല്ല. ഞങ്ങളെന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങൾ ആഡ് ചെയ്തതിൽ പോലും ദൈവം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ. അല്ല ജോസഫച്ചനോ ഇവിടുത്തെ ശുശ്രൂഷകരോ പ്രാർത്ഥിച്ചോ ആലോചിച്ചോ സങ്കല്പിച്ചോ ഒരു സാധനം ഉടമ്പടി അടങ്ങിയിട്ടില്ല. ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ പൂർണ്ണമായി മനസ്സർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഉടമ്പടി നിർവർത്തിച്ചുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിതം ക്രമീകരിക്കാൻ അഭിഷേകം നൽകണമേ. സ്വസ്ഥതയോടുകൂടി ദൈവസ്നേഹത്തോട് ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടുവിൻ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് നമ്മൾ ചില സമയത്ത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പം 42 വയസ്സുള്ള ആളിന് ഡെലിവറി ഹൈ റിസ്ക് ആണ്, കുഞ്ഞ് മരിക്കും അല്ലെങ്കിൽ അമ്മ മരിക്കും, അതിനാണല്ലോ ഹൈ റിസ്ക് എന്ന് പറയണത്. അപ്പോൾ ഇതൊന്നും സംഭവിക്കാതെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്തായിട്ടുള്ള കുഞ്ഞിനെ ഈസിയായിട്ട് കിട്ടണില്ലേ? ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന വിഷയങ്ങളെക്കുറിച്ച് ആരാണ് സംസാരിക്കുന്നത്? സങ്കീർത്തനം. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ സങ്കീർത്തനാണ് വന്നത്.
അതാണ് ഞാൻ പറഞ്ഞത്. സങ്കീർത്തനം മുഴുവനും ദൈവാനുഭവങ്ങളാണ് അവർ കീർത്തനങ്ങളാക്കി പാടിയിരിക്കുന്നത്. അല്ലാതെ മനുഷ്യാനുഭവങ്ങൾ, കവിതകൾ, ഇപ്പോൾ മറ്റ് കവികളുടെ കവിതകളില്ല, അത് മനുഷ്യാനുഭവങ്ങളെയാണ് അവർ കവിതകളാക്കുന്നത്. പക്ഷെ സങ്കീർത്തനങ്ങൾ എന്താണ്? മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെയാണ് അവർ കവിതയാക്കണത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ദൈവാനുഭവം എക്കാലത്തും നിലനിൽക്കുന്നതാണ്, എല്ലാവർക്കും സാർവജനീനമായിട്ട് ആപ്ലിക്കബിളാണ്. എന്താണ് ഇതിനെക്കുറിച്ച് ഇവർക്കെന്താ സംഭവിച്ചിരിക്കുന്നത്? കർത്താവ് സിയോനിൽ നിന്ന് ഞങ്ങളെ മടക്കിക്കൊണ്ട് പോന്നപ്പോൾ ഞങ്ങളെ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നില്ലേ? അതാണ് എൻ്റെ മനസ്സിൽ വന്ന വചന. അതാ ലൈറ്റ് വെയിറ്റ് എന്ന് പറയണത്. ഇപ്പോൾ തുടങ്ങിയ പരിപാടിയല്ലേ ദൈവം. ദൈവത്തിൻ്റെ പല പ്രവർത്തനങ്ങളും ഡ്രീം ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, മെറിറ്റോറിയസ് അല്ലെങ്കിൽ പിന്നെ ഡ്രീമാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ കാര്യം മെറിറ്റ് നടക്കത്തില്ലെങ്കിൽ പിന്നെ എന്താണ്? അതിന് സ്വപ്ന സമാനമായിട്ടുള്ള ഫോർമാറ്റിലേക്ക് ഇത് ചേഞ്ച് ചെയ്തു. അത് നമ്മളല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അപ്പം ഗ്രേസ് ആണ് ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അത് സ്വപ്ന തുല്യമായിട്ട് മാറും. അല്ലെങ്കിൽ എന്താ സ്വപ്ന തുല്യം? നമ്മൾ അതാണ് സങ്കീർത്തനം പറയണത്. 126 അടുത്ത സങ്കീർത്തനം 126 1 തൊട്ട് അങ്ങനെ വായിച്ചേ. ശ്രുതികട്ടെ. 126 സങ്കീർത്തനം 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ ഞങ്ങളുടെ വിലാപങ്ങളെ സന്തോഷമാക്കി മാറ്റുന്ന സ്നേഹത്തിന് നന്ദി ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇത് ദൈവവചനമാണ്. ഇത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും വചനം ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് മാംസമായിക്കൊണ്ടിരിക്കും. വചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് വിശ്വസിക്കുന്നവർക്കെല്ലാം അത് മാതാവിൽ മാത്രം സംഭവിച്ച ഒരു പ്രൊസീജിയർ അല്ലത്. ആരാണ് വിശ്വസിക്കുന്നത് അവരെല്ലാം ഇത് കോൺക്രീറ്റ് ആയിക്കൊണ്ടിരിക്കും, മാംസമായിക്കൊണ്ടിരിക്കും, ടാൻജിബിൾ ആകും, സ്പർശ്യമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളതിന് ഇന്ധനം ഫസ്റ്റ് ഫേസിൽ വിശ്വാസവും സെക്കൻഡ് ഫേസിൽ ദൈവസ്നേഹവുമാണ്. ഫസ്റ്റ് ഫേസിൽ നമ്മൾ വിശ്വാസവും സെക്കൻഡ് ഫേസിൽ ദൈവസ്നേഹവുമാണ്. പല ആൾക്കാരും ഉടമ്പടിയുടെ ഫസ്റ്റ് ഫേസിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അവർ കണ്ടല്ലേ, ലേഡി എന്താ ചെയ്തത്? അവർ ഉടമ്പടി എടുത്തു, പ്രത്യക്ഷയുടെ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് വിശ്വാസത്തിൻ്റെ ലെവലാണ്, പ്രൈമറി സ്കൂളാണ് ഉടമ്പടിയുടെ. അമ്മ മാതാവ് രാത്രി അവൾക്ക് സ്വപ്നം കണ്ടിട്ട് തുണി അലക്കണത് കാണിച്ചു കൊടുത്തു നേരിട്ട്. അപ്പം അത്രയും പൊട്ടിയാണെന്ന് അർത്ഥം. അപ്പം അത്രയും പൊട്ടിയാണെങ്കിൽ പോലും ദൈവികമായ കാര്യങ്ങൾക്ക് ചെവി കേൾക്കണില്ല അവക്കെ. അതുകൊണ്ടാണ് നേരെ വന്ന് കാണിച്ചു കൊടുക്കണത് രക്ഷപ്പെടാനുള്ള മാർഗം. അതായത് നമ്മൾക്ക് ഇതെന്ന് വെച്ചാൽ ഈ പരീക്ഷ, ഞാൻ സത്യം പറയട്ടെ, ഞാനാണ് ദൈവമെങ്കിൽ ഈ സ്ഥാനത്തിനോട് ഇതൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. എന്താ കാര്യം? ഇത് ജന്മന ക്രിസ്ത്യൻ ഫാമിലി ജീവിച്ചതാണ്. ഇതിന് കിട്ടിയെടുത്തത് സങ്കീർത്തനങ്ങളും വചനങ്ങളും വേദപാഠങ്ങളും വേറെ ആരും കൊടുത്തിട്ടില്ല. ഇവിടെ നോൺ ക്രിസ്ത്യൻസ് ഒരു ദിവസം വചനം കേട്ടിട്ട് രണ്ടാമത്തെ ദിവസം വചനം മാംസമായിട്ട് അവർ കർത്താവിൻ്റെ സാക്ഷികളായിട്ടാണ് അവർ പറന്നു വരുന്നത്, അല്ലേ?
അപ്പോൾ ഇങ്ങനെയുള്ളവരോടൊക്കെ പ്രത്യേകിച്ച് ഇവർക്ക് ട്യൂഷൻ പോലും കൊടുക്കത്തില്ല, അതിനെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. പക്ഷെ ദൈവം എന്ത് കരുണയുള്ളവരാണ് ഇപ്പം മനസ്സിലായില്ലേ? പൊട്ടിപ്പെണ്ണിന് രാത്രി വന്ന് പ്രത്യക്ഷപ്പെടുകയാണത്, അലക്കി കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ണും കാണാൻ പാടില്ല, ചെവിയും കേൾക്കാൻ പാടില്ല ദൈവവചനത്തിനെതിരെ. അതുകൊണ്ട് ആംഗ്യം കാണിച്ചു കൊടുക്കണം. എന്ത് കഷ്ടമാണെന്ന് നോക്കി ദൈവത്തിൻ്റെ ഒരു ഗതികേട്. അത് ആംഗ്യം കാണിച്ചു കൊടുക്കണത്. ഇന്നത് ചെയ്താൽ രക്ഷപ്പെടും. അത്രയും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ആ വചനം ഒന്നുകൂടി പ്രാർത്ഥനാപൂർവ്വം കേൾക്കാം. ഒന്നുകൂടി അത് നിങ്ങൾ കൂടി അത് ഏറ്റു പറയണം. റീഡ് ഇറ്റ് അഗൈൻ. സങ്കീർത്തനം 126. കർത്താവ് പ്രവാസികളെ പറഞ്ഞേ കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവേ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. പ്രശ്നമാണ്. അതായത് ഈ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും രസകരമായ ഭാഗം ഏതാണെന്നറിയാമോ? അതായത് നെഗേബിലെ നീർച്ചാലുകൾ എന്നതുപോലെ അങ്ങ് ഞങ്ങളുടെ ഐശ്വര്യം ഒന്ന് പറഞ്ഞേ. നെഗേബിലെ നീർച്ചാലുകളെ എന്നതുപോലെ അങ്ങ് ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. അപ്പൊ എല്ലാവരും ഉടമ്പടി എടുക്കുന്നത് എന്തിനാണ്? ഐശ്വര്യം പുനഃസ്ഥാപിക്കാനാണ്. അപ്പൊ ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. നിന്റെ സൗന്ദര്യം, നിന്റെ ആരോഗ്യം, നിന്റെ സമ്പത്ത്, നിന്റെ ജീവിതം, നിന്റെ വിദ്യാഭ്യാസം, നിന്റെ കുടുംബജീവിതം എല്ലാം പുനഃസ്ഥാപിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണ്? നെഗേബിലെ നീർച്ചാലുകൾ. അതാണ് ഞാൻ പറയുന്നത്. ഈ സങ്കീർത്തനം എന്ന് പറയുമ്പോഴേ അത് ദൈവാനുഭവമാണ്. ആ കാലങ്ങളിൽ മനുഷ്യൻ ബാബിലോണിൽ നിന്ന്, അത് ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇറാഖിലാണ്. ഇറാഖിൽ ഇവർ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഇവരെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കുറേ നാൾ നബൂഖദ്നേസർ താമസിപ്പിച്ചിട്ട് അവിടെ അടിമജീവിതം നയിച്ചിട്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. മോചിപ്പിക്കാനുള്ള യാതൊരു മാർഗം ഇസ്രായേലിൻ്റെ കയ്യിലില്ലായിരുന്നു. കാര്യം അവർ ഭയങ്കര ശക്തന്മാരായിരുന്നു. പക്ഷെ കർത്താവ് വലിയ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്ത് ശക്തൻ്റെ കയ്യിൽ നിന്നാണ് ഇവരെ മോചിപ്പിച്ചത്. ദൈവം അപ്പോഴും വലിയ കാര്യങ്ങൾ. ഇപ്പോൾ നിധീന എന്ന് പറഞ്ഞൊരു മോള് പെരുമ്പാവൂർ സാക്ഷ്യം പറഞ്ഞു. നിധീന. അപ്പോൾ ആ സാക്ഷ്യം കേൾക്കുന്നതൊക്കെ മനസ്സിലാവും വലിയ കാര്യം എന്താണെന്ന്. നിധീനയുടെ പ്രശ്നം വെച്ചാൽ അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ ഇവിടെ വയറ് വല്ലാണ്ട് വന്നു ഇങ്ങനെ വീർക്കുന്നു. എന്താണ് കാര്യമെന്നറിയത്തില്ല. ഇപ്പം വന്ന് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. ഈ മരിക്കാൻ പോകുന്ന ആൾക്കാർ വാ പൊളിക്കത്തില്ലേ, അതുപോലെ ആ വാ പൊളിച്ചാൽ മരിക്കാൻ പോകുന്നവർക്ക് എങ്കിലും ഇത്തിരി ശ്വാസം കിട്ടുമല്ലേ. നമ്മൾ വെള്ളം കൊടുക്കണ സമയമില്ലേ. അപ്പം അതുപോലുള്ള അവസ്ഥയിലായിപ്പോയി. ചില സമയത്ത് ശ്വാസം പോയാൽ വായിൽ നിന്ന് ശ്വാസം ഓക്സിജൻ എടുക്കാൻ പറ്റണില്ല.
അപ്പം ഇതിന് പ്രത്യേകിച്ച് മരുന്നുമില്ല. അപ്പം ഇവർ വല്ലാണ്ട് അങ്ങനെ വേദനിച്ച സമയത്താണ് ഇവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണത്. അവൾ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നിച്ചു. അപ്പം ഇവിടെ നിന്നുണ്ട് ഈ വയറിങ്ങനെ വീർത്തിരിക്കുകയാണ്. 10 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ പോലെ വയറ് വീർത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്കറിയാം ഇപ്പോഴൊക്കെ ഏതെങ്കിലും ദിവസം കൊണ്ട് മരിക്കുമെന്നറിയാം. കാര്യം ഈ മരണശ്വാസം വലിക്കുകയാണ് ശരിക്കും. അപ്പം അവിടെ നിന്നിട്ട് മാതാവിനോട് പറയും, മാതാവേ, ഞാൻ എല്ലാം പരാജയപ്പെട്ടു, എല്ലാ ചികിത്സയും പരാജയപ്പെട്ടു, അവസാനം നീ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. നീയും കൈവിട്ട എന്നെ ആരും കൈയേൽക്കാനില്ല എന്ന് പറയും, കണ്ണീരോടെ പറയും. അതാണ് പ്രാർത്ഥന എന്ന് പറയും. ദൈവത്തിൻ്റെ ചങ്കയെ കൊണ്ട് പ്രാർത്ഥനയാണ്. ഇവിടെ പോയി വീട്ടിൽ പോയിട്ട് ഉടമ്പടി തൈലം എടുത്തിട്ട് വയറേലിങ്ങനെ കുരിച്ചിടും. ആ ഒറ്റ കുരിശ് ഉടനെ ശ്വാസം നേരെയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രുതികട്ടെ ഹല്ലേലൂയ. നന്ദി യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറച്ച വസ്തുക്കളിലൂടെ ശക്തി പ്രകടമാക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇതാണ് വൻ കാര്യം എന്ന് പറയണം. മനസ്സിലായ? ശാസ്ത്രത്തിനോ വൈദ്യശാസ്ത്രത്തിനോ മനുഷ്യനോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് ബൈബിള് വൻ കാര്യങ്ങൾ. ടേക്ക് ദ വേർഡ് ഓഫ് റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതികട്ടെ ഹല്ലേലൂയ. വൻ കാര്യങ്ങൾ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. അത് തന്നെയല്ലേ ഇവിടെ നടക്കണത്. കർത്താവ് പറഞ്ഞ് കർത്താവ് വൻ കാര്യങ്ങൾ വായിച്ചോളൂ. അവരുടെ ഇടയിൽ ചെയ്തിരിക്കുന്നു എന്ന്, അവരുടെ ഇടയിൽ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. നിങ്ങൾക്കറിയാവില്ല, എവിടെയെങ്കിലും 2 മനുഷ്യർ കൂടിയാൽ ഉടനെ സംസാരിക്കണത് കൃപാസനത്തിൻ്റെ അനുഭവങ്ങളാണ് കൈമാറണ കാര്യം. ശ്രുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ ദൈവം ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ വിചാരിക്കുക, നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യമാണ് വൻ കാര്യമെന്ന് പറയണത്. അതാരാണ് ചെയ്യണത്? കർത്താവാണ് ചെയ്യണത്. അപ്പം കർത്താവിനെ കൊണ്ട് ഈ വൻ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഫെയ്ത്ത് ലെവല് അല്ലെങ്കിൽ ലവ് ലെവലോ സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കണം. ഈ വൻകാര്യങ്ങൾ ചെയ്തിട്ട് എന്താ പറയണത്? അതെങ്ങനെയാണ് ചെയ്യണത്? നെഗേബിലെ നീർച്ചാലുകളെ എന്നതുപോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. ഈ ഐശ്വര്യം പുനഃസ്ഥാപിക്കണത് ദൈവത്തിൻ്റെ ചിരപുരാതനവും നിത്യനൂതനവുമായ ഒരു ചൈതന്യ പ്രക്രിയയാണ്. പണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽ എല്ലാ ഐശ്വര്യം നഷ്ടപ്പെട്ടവരുടെ ഐശ്വര്യങ്ങളെ ദൈവം പുനഃസ്ഥാപിച്ചു കൊടുത്തിരുന്ന വിശ്വസിക്കുന്നവരുടെ. ഇന്ന് ഈ കാലത്ത് ഉടമ്പടി എന്ന പ്രത്യേക പദ്ധതികളിലൂടെ 10,000 മനുഷ്യരുടെ ഐശ്വര്യങ്ങൾ അനുദിനം പുനഃസ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് വചനം പറയണത്. നെഗേബിലെ നീർച്ചാലുകളെ എന്നതുപോലെ ഞങ്ങളെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണം. ഇപ്പൊ നോർത്തേൺ സൈഡ് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇത് ആലപ്പുഴ നോർത്തേൺ സൈഡ് കന്യാകുമാരി വരെ പോകാൻ നമുക്ക് വേണമെങ്കിൽ. അപ്പം അതുപോലെ തന്നെ ഈ പാലസ്തീൻ രാജ്യത്തിൻ്റെ വടക്ക് സ്ഥലത്താണ് ഈ നെഗേബ് മൗണ്ടൻസ് ഉള്ളത്. നമുക്ക് വടക്ക് സ്ഥലത്ത് എന്താ ഉള്ളത്? ഹിമാലയമല്ല, ഇപ്പുറത്തുണ്ടല്ലോ വിന്ധ്യസൽപുറം. അതുപോലെ തെക്ക് വടക്ക് കിടക്കുന്ന ഭൂമിയുടെ വടക്ക് വശത്തുള്ള പർവ്വതങ്ങളാണ് നെഗേവ് പർവ്വതങ്ങൾ. ഇപ്പം നെഗേവിലെ നീർച്ചാലുകൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സങ്കീർത്തനത്തിൻ്റെ ആഴം പിടികിട്ടതുള്ളൂ. ഈ പലസ്തീനയുടെ വടക്ക് ഭാഗത്തുള്ള പർവ്വതങ്ങളിൽ വല്ലകാലത്തുമേ മഴ പെയ്യത്തുള്ളൂ. അവിടെ ഈ തണ്ടർ അതുപോലെ തന്നെ എന്താണ് ഇടിമിന്നലും കൊടുങ്കാറ്റും പെട്ടെന്നുണ്ടാവും. കാര്യം പൊതുവെ നെഗേവ് മരുഭൂമിയാണ്.
നെഗേബ് എന്ന് പറഞ്ഞ സ്ഥലം മരുഭൂമിയാണ്, മഴ പെയ്യാത്ത സ്ഥലമാണ്. അപ്പോൾ ഈ നീർച്ചാൽ എന്താണെന്നൊക്കെ പിടികിട്ടണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളത്. ഇത് നമ്മളെ പോലെ ആണ്ടിൽ 24 മണിക്കൂറും മഴ പെയ്യണ സ്ഥലമല്ല ഇത് മഴ കാണാത്ത സ്ഥലമാണ്. മഴ കാണാത്ത സ്ഥലത്ത് പെട്ടെന്ന് ഇങ്ങനെ ലൈറ്റ്നിങ് തണ്ടറുണ്ടാവും, ഇടിമിന്നലും കൊടുങ്കാറ്റും ഉണ്ടാവും. ഇടിമിന്നലും കൊടുങ്കാറ്റും ഉണ്ടായി അതിൻ്റെ അകത്ത് മഴ ചാറും. അല്ല മഴ പോലെ നമ്മൾ കുത്തിച്ചൊരിഞ്ഞ് പെയ്യത്തില്ല. നെഗേവിലെ മഴകൾ വല്ല കാലത്തും ഇങ്ങനെ. പക്ഷെ അവിടുന്ന് 7-8 നദികളുണ്ട്, നീർച്ചാലുകൾ. ഈ നെഗേവിൽ നിന്ന് 7-8 നദികൾ ഇതുപോലെ പലസ്തീനിലൂടെ പോകുന്നുണ്ട്. ഈ നദികൾ 360 ദിവസം വരണ്ട് കിടക്കുകയാണ്. നമ്മുടെ ചിലരുടെ ജീവിതം പോലെ അങ്ങനെയല്ലേ, മൊത്തം വരണ്ട് കിടക്കല്ലേ. സമ്പത്തില്ല, ആരോഗ്യമില്ല, സ്വാധീനമില്ല, ഒന്നുമില്ല, ജോലി പോയി, വീട് പോയി, വരണ്ട നദികളാണ്. ഈ വരണ്ട നദികളെ പോലെ എന്തൊരു ദൈവാനുഭവമെന്ന് നോക്കിയേ. നെഗേബിലെ നീർച്ചാലുകൾക്ക് എന്താ സംഭവിക്കണത്? ഇത് പൊടുന്നതിന് ഇടിമിന്നലും മഴയും ഉണ്ടായിട്ട് ഈ അവിടെ ഉണ്ടായ മഴ ചിലപ്പോൾ 1 മണിക്കൂർ വല്ലതും പെയ്യണ മഴയാണെങ്കിലും ഈ മഴ വെള്ളം ഇങ്ങനെ ഒഴുകി വരും ഈ നദികളിലൂടെ. അപ്പോൾ ഒഴുകി വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴവെള്ളം ഒഴുകി എപ്പോഴെങ്കിലും വരുമെന്നറിയാം കർഷകർക്ക്. അത് കാരണം എന്തു ചെയ്യും, വരണ്ട നദിയിലാണെങ്കിലും അവർ വിത്ത് അവിടെ നേരത്തെ പാകിയിട്ടേക്കും. അയ്യോ എന്തൊരു സങ്കീർത്തനമാണെന്ന് അറിയാമോ ഇത്. വിത്ത് നേരത്തെ പാകിയിട്ടേക്കും. നമ്മുടെ ഇപ്പം കാണാൻ മഴ കാണുന്നില്ല, കാറ്റില്ല, മഴയില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഒന്ന് രാജാക്കന്മാർ 3:15 ശ്രുതികട്ടെ ഹല്ലേലൂയ, ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ മഹത്വം, 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 ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി. നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ സൗഖ്യം നൽകണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ സൗഖ്യം നൽകണമേ. 2 രാജാക്കന്മാർ 3:16, 2 രാജാക്കന്മാർ 3:15, 3:16, 17. കർത്താവ് അരുൾ ചെയ്യുന്നു, കർത്താവ് അരുൾ ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും. കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല, അരുവിത്തടം ജലം കൊണ്ട് നിറയും, നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസ്സാരമാണ്. നമുക്ക് ഈ 2 രാജാക്കന്മാർ 3:15 സങ്കീർത്തനം 126 1-6 വചനങ്ങളെ ലിങ്ക് ചെയ്താണ് കർത്താവ് ഇപ്പം നമുക്ക് സന്ദേശം നൽകുന്നത്. ഇതൊരിടത്ത് ലിങ്ക് ചെയ്തല്ല, ഞാൻ ഇപ്പം ലിങ്ക് ചെയ്തതാണ്. കർത്താവ് എനിക്ക് തന്ന ഒരു അരുവി കൊണ്ട് ലിങ്ക് ചെയ്തതാണ്. ഇവിടെ എന്താ പ്രശ്നം? കാറ്റില്ല, മഴയില്ല, പക്ഷെ അരുവിത്തടങ്ങളൊക്കെ വെള്ളം കൊണ്ട് നിറയുന്നു. ഈ അനുഭവം ഏതാണ്? കാറ്റും മഴയും ഇല്ലാതിരിക്കുന്നൊരു കാലത്ത് നെഗേബിൽ വെള്ളം ഒഴുകി വരുന്നത് കാണും. കാറ്റ് ഇന്നലെ പെയ്ത കാറ്റ് നെഗേവ് പർവ്വതത്തിൽ കഴിഞ്ഞ മാസമൊക്കെ പെയ്ത മഴ വെള്ളം ഇവിടെ എത്തിച്ചേരുന്ന സമയമുണ്ട്. അപ്പോൾ ഇവിടെ അവരെത്തിച്ചേരുന്ന സമയത്ത് കാറ്റില്ല, മഴയില്ല, പക്ഷെ അരുവിത്തടം വെള്ളം കൊണ്ട് നിറയുന്നു. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇന്നല്ലെങ്കിൽ നാളെ ഈ അരുവിത്തടത്തിൽ കർത്താവ് വെള്ളം കൊണ്ടുവരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് കർഷകൻ്റെ. അതുകൊണ്ട് നേരത്തെ മുൻകൂർ കൊണ്ടുവന്ന് അവരെ ഇവിടെ വിത്ത് പാകിയിട്ടേക്കും ഭൂമിയുടെ അടിയിൽ. അതാണ് കരഞ്ഞുകൊണ്ടാണ് പാകണത്. അത് പറയുന്നുണ്ട്,
അതായത് ദേ ആർ ക്രൈയിങ്, ദേ ആർ ക്യാരിങ് ദ ഷിപ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് ബൈബിൾ പറയുക. എന്ന് വെച്ചാൽ അവർ വിതക്കാൻ വരുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വിതക്കണത്, അല്ലേ? അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ അവിടെ, ഇല്ലേ? വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ. കാറ്റുമില്ല മഴയുമില്ല, വരണ്ട സ്ഥലത്താണ് വിതക്കണത്. പക്ഷെ വിലാപത്തോടെയാണ്, കണ്ണീരിലാണ് വിതക്കണത്. അരുവിത്തടങ്ങളിലെ വെള്ളത്തിൽ, മഴവെള്ളത്തിലല്ല, കണ്ണീരിലാണ് വിതക്കണത്. എൻ്റെ ദൈവവേദന, ദൈവത്തിൻ്റെ തിരുസന്നിധി നിൻ്റെ സങ്കടങ്ങൾ നീ കണ്ണീരിലാണ് വിതച്ചിരിക്കണത്. ഓർക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നെഗേവിലെ നീർച്ചായകളെ പുനഃസ്ഥാപിച്ച ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ഈ വരണ്ട ഭൂമികളെ എല്ലാം ദൈവം നനച്ചുകൊണ്ട് അവൻ നിന്നെ, ദേ ആർ ഗോയിങ് ക്യാരിങ് ദ ഷേപ്പ്, അവരെ വിത്തം കൊണ്ട് ജയഘോഷത്തോടെ സന്തോഷാരവങ്ങളോടെ അവർ കൊയ്ത കഥയുമായി തിരിച്ചു പോകുന്നുവെന്ന്. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അനുഗ്രഹങ്ങളുമായി തിരിച്ചു പോകുന്ന ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ദൈവവേദനെ. അതുകൊണ്ടാണ് ദൈവം നിന്നെ കണ്ണീരിൽ വിതക്കാൻ വേണ്ടി, ഉടമ്പടി എടുക്കാൻ വേണ്ടി ദൈവം നിന്നെ അനുവദിച്ചത്. വാഗ്ദാന വചനത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.